നോട്ട് ബുക്കുകൾ പെൻസിൽ പേന വാട്ടർ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം സോട്ടിലുണ്ട്, എല്ലാം സോട്ടിലുണ്ട്. വാട്ടിലേക്ക് പോകാം, വാട്ടിലേക്ക് പോകാം. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി. കൊച്ചി നഗരസഭ 6ാം ഡിവിഷൻ നഗര ജനാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഹൈബി ഈഡൻ MP നിർവഹിച്ചു. നഗരസഭ 6ാം ഡിവിഷനിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഹൈബി ഈഡൻ MP നിർവഹിച്ചു. ആരോഗ്യ മേഖലയിൽ ആ മെഡിക്കൽ ലാൻഡ്സ്കേപ്പിൽ, ഹെൽത്ത് സെക്ടറിലെ ലാൻഡ്സ്കേപ്പിൽ ഇവിടെ ശ്രീ TK അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഞാൻ ആദ്യമായി കൊച്ചി നഗരസഭയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊന്നുമല്ല, കേന്ദ്ര ആവിഷ്കൃത പദ്ധതി, കേന്ദ്ര സർക്കാർ നൽകുന്ന പണം, അത് 74 വാർഡിൽ വളരെ ചുരുക്കം ചില വാർഡുകൾ ഒഴിച്ചു ബാക്കി എല്ലാ സ്ഥലത്തും urban വെൽനസ് സെൻ്ററുകൾ തുടങ്ങാൻ ബഹുമാനപ്പെട്ട മേയറും നഗരസഭയും ഭരണസമിതിയും കാണിച്ച താല്പര്യം, ഞാനും മേയറും ഇതിനകം തന്നെ ഒരുപാട് കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീറിൻ്റെ വാർഡിൽ ഞങ്ങളൊരു urban വെൽനസ് സെൻ്റർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നഗരസഭയുടെ ആദ്യത്തെ സ്ഥാപനം ഇതായിരിക്കും. കാരണം ബാക്കി എല്ലാ സ്ഥലത്തും വലിയ വാടക 50,000 രൂപയും 60,000 രൂപയൊക്കെ വാടക കൊടുക്കാറുണ്ട്. മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നല്ല നിലയിൽ മറ്റെല്ലാ ചെയർമാൻമാരെക്കാൾ കൂടുതൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ നമ്മുടെ ആരോഗ്യ കമ്മിറ്റി ചെയർമാനായ TK അഷ്റഫാണ്. അതിനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് എന്നും ഉണ്ടാകട്ടെ എന്ന് കൂടി നിങ്ങൾ ആത്മാർത്ഥമായി ഞാനും ആഗ്രഹിക്കുന്നു, നിങ്ങളും ആശംസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫോർട്ട് കൊച്ചി ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. ഫോർട്ട് കൊച്ചി ആശുപത്രിയിൽ കോർപ്പറേഷൻ്റെ ഫണ്ടും നമ്മൾ കൊടുത്തു. ഡെപ്യൂട്ടി മേയർക്കും അതറിയാം. കാരണം നമ്മൾ ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-50 ലക്ഷം രൂപ ഡയാലിസിസ്, അത് പേയ്മെൻറ്റ് പ്രയോറിറ്റി പോലെ തന്നെ കൊടുത്തു. ഡയാലിസിസിന് നമ്മൾ പ്ലാൻ ഫണ്ടിൽ പെടുത്തി കൊടുത്തു. കരിവേലിപ്പടി ആശുപത്രിയെ പറ്റി ബഹുമാന MP പറഞ്ഞത് ശരിയാണ്. നമുക്കൊരു കൂട്ടായ പ്രവർത്തനം നടത്താം. കിഫ്ബിയിൽ മാറ്റിവെച്ച പണം അവിടെ ചെലവഴിക്കപ്പെടാതെ പോയി, അതിൻ്റെ കോൺട്രാക്ട് ഇട്ടിട്ട് പോയി. എനിക്ക് പകരം പലപ്പോഴും TK അഷ്റഫാണ് അതിന്റെ HMCയിൽ പങ്കെടുക്കുന്നത്. ഡെപ്യൂട്ടി മേയർ K. ആൻസിയ മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർ MHM അഷ്റഫ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സലകുമാരി, മരാമത്തുകാര്യ ചെയർപേഴ്സൺ സീന ടീച്ചർ, നഗരാസൂത്രണകാര്യ ചെയർമാൻ J. സനിൽമോൻ, ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ മാലിനി കുറുപ്പ്, അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ, ശിവപ്രസാദ്, PS. ശിവു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.